എൻ്റെ കർത്താവേ, നിങ്ങൾ അറിഞ്ഞോ ആ വിവരം? ആരും അറിഞ്ഞില്ല? എന്നാ ഞാൻ പറഞ്ഞു തരാം. ഇന്നലെ പെയ്ത മഴയുണ്ടല്ലോ, ആ മഴയത്ത് കൂണ് പൊന്തിക്ക്. ആ കൂണിൻ്റെ പേരാണ് പുള്ളച്ചേച്ചി. കുറേ കാലത്തേക്ക് നമ്മുടെ അടുത്തേക്ക് ഒരു ഉപദ്രവമൊന്നും ഇല്ലായിരുന്നടേ. ഇപ്പതേ വീണ്ടും പൊങ്ങിക്ക് പുള്ളച്ചേച്ചി. എന്തിനെന്നറിയോ? പുള്ളച്ചേച്ചി എന്നെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള വിധി മേടിക്കും പോലും ഇപ്രാവശ്യം. സത്യമായിട്ട് ചേച്ചി പറഞ്ഞതാണ്. ചേച്ചിയുടെ ഡാഡിനെ പിടിച്ചിട്ട് പറഞ്ഞതാണ്. ആ തള്ളച്ചിയുടെ ഡാഡി ഉണ്ടോ ആവോ, എന്തോ ആയിക്കോട്ടെ. അപ്പം ചേച്ചി പറയാണ്, ഇപ്രാവശ്യം ഹൈക്കോടതി എന്തായാലും എന്നെ തൂക്കിക്കൊല്ലും, അതിനുള്ള എല്ലാ വകുപ്പും പുള്ളച്ചേച്ചി എടുക്കൂ എന്നുള്ളത്. അപ്പം ഞാൻ ചെയ്ത കുറ്റം എന്താണെന്നറിയണ്ടേ? ഗുരുവായൂർ ഉത്സവമാണല്ലോ, ഉത്സവം കൂടാൻ പോയതാണ് ഞാൻ ചെയ്ത തെറ്റുകുറ്റം. അപ്പോൾ പോയ സമയത്ത് ഞാനൊരു ഹരേ കൃഷ്ണ മാല എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കണ്ണന് ചാർത്തി കൊടുത്തു. ഇത് പോരേ? ഇതിൽക്കും അപ്പുറം വേറെ എന്തെങ്കിലും വേണോ? അവിടെ ഞാൻ ചെന്നതാണ് ഇവർക്ക് ഇത്രയും വിഷയം. ഒരു 2 ആഴ്ച മുമ്പാ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല, അവർ ഗുരുവായൂർ അമ്പലം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഒഫീഷ്യലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഒരു മുസ്ലിം അല്ലേ, അവർക്ക് അവിടെ കയറുന്നതിന് വിരോധമല്ലേ? എത്ര ആൾക്കാർ പിന്നെ സ്റ്റേജിൽ വെച്ചിട്ട് എത്ര മുസ്ലിങ്ങളും മറ്റു മതക്കാരും അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. അതൊന്നും വിഷയമല്ലേ? എന്നെ ഇങ്ങനെ പുറകെ നടന്ന് ഉപദ്രവിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഈ പുള്ളച്ചേച്ചി ഉണ്ടല്ലോ, ഇത് പുള്ളച്ചേച്ചിയുടെ ലക്ഷ്യമൊന്നുമല്ല. പുള്ളച്ചേച്ചിയുടെ കാമുകനുണ്ടല്ലോ, ഷെനീദ് കരുവാങ്കുണ്ടി, അവൻ പറഞ്ഞിട്ട് ചെയ്യാണ്. കാരണം ഷെനീദ് കരുവാങ്കുണ്ടിൻ്റെ കയ്യിലാണ് ഇപ്പം ഈ പുള്ളച്ചേച്ചി എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. പിന്നെ പുള്ളച്ചേച്ചി പറഞ്ഞ 1-2 കാര്യം നിങ്ങൾ തെളിയിക്കുക എന്നെ ചെയ്യണം. എൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ട്, അതെന്തായാലും നിങ്ങൾ തെളിയിക്കണം. വേണം പുള്ളച്ചേച്ചിയെ, നിങ്ങൾക്ക് പറ്റിയില്ല, നിങ്ങളെ ഡാഡിനെയും കൂടി നിങ്ങൾ കൂട്ടണം, അത് തെളിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2ാമത്തെ കാര്യം, എനിക്കെവിടുന്നോ മഴവെള്ളപ്പാച്ചിൽ പോലെ ഇങ്ങനെ പൈസ വരുന്നുണ്ട് എന്ന്. അതിൻ്റെ സ്രോതസ്സും നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം പുള്ളച്ചേച്ചിയെ. എനിക്ക് പൈസ ഉള്ളതുപോലെയും നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതുപോലെയും തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഈ നക്കാപ്പിച്ചക്ക് ഈ ഷെനീദിനെ പോലുള്ള ആൾക്കാർക്ക് കിടന്നു കൊടുക്കാൻ പോകുമ്പോൾ അവനൊക്കെ 100-500 തരുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല പിള്ളച്ചേച്ചിയെ. ഞാൻ കൃഷ്ണനെയും വരയ്ക്കുന്നുണ്ട്, യൂട്യൂബിൽ നിന്നും വരുമാനമുണ്ട്, അല്ലാതെ പല ജോലിയിൽ പാർട്ട്ണറായിട്ടുള്ള പരിപാടിയുണ്ട്. അങ്ങനെ എനിക്ക് കുറച്ച് ബിസിനസ് ഉണ്ട് ചേച്ചിയെ. അല്ലാതെ ഷെനീദ് തരുന്ന പൈസ കൊണ്ട് മാത്രം നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുക. പിന്നെ ഇക്കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ പുള്ളച്ചേച്ചി ഒരിക്കൽ പറഞ്ഞില്ലായിരുന്നോ പുള്ളച്ചേച്ചിയെ ഞാൻ കപടഭക്തിയാണ് എന്നുള്ളത്? പറഞ്ഞിക്ക് പുള്ളച്ചേച്ചിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ കണ്ണിൽ ഞാൻ കുത്തുകേ. അപ്പോൾ പുള്ളച്ചേച്ചിയെ ഈ കപടഭക്തക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുമോ? അപ്പോൾ പുള്ളച്ചേച്ചി എന്നെ പറഞ്ഞു, എനിക്ക് എവിടുന്നോ ഒഴുകി വരുന്നുണ്ട് ധനം എന്നുള്ളത്. അതൊക്കെ കപടഭക്തക്ക് ദൈവം കൊടുക്കുമോ? പുള്ളച്ചേച്ചിൻ്റെ കയ്യിൽ 5 പൈസ അല്ല, നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളച്ചേച്ചി പാടുന്നില്ലേ? അതെന്തുകൊണ്ടാ? പുള്ളച്ചേച്ചിക്ക് ഭക്തി ഇല്ലാഞ്ഞിട്ടാ? നിങ്ങളൊക്കെ പറഞ്ഞ ഞാനാ ഭക്താന്ന്. അപ്പം തല തിരിഞ്ഞായി വരുന്നു എൻ്റെ കർത്താവേ. ഏതായാലും ഞാൻ നല്ല അടിപൊളിയിലാണ് പോകുന്നത്. കാരണം നന്നായിട്ട് അനുഗ്രഹിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. എന്താന്നൊക്കെ ഉള്ളത് ഞാൻ പുള്ളച്ചേച്ചിനോട് പറയാം. അപ്പോൾ പുള്ളച്ചേച്ചിക്ക് 5 പൈസക്ക് ഗതിയില്ലാണ്ടായിപ്പോയിന്ന് ഞാൻ എന്താക്കാനാ? ഷെനീദ്ക്കാ തരുന്നില്ലേ? കാക്കാൻ്റെ കൂടെ നിങ്ങൾ പോട്. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പോൾ പുള്ളച്ചേച്ചി ഇപ്പം ഞാനിപ്പോൾ ഗുരുവായൂർ പോകുന്നത് എങ്ങനെയെങ്കിലും നിർത്തണം എന്നുള്ള ഒരു ചിന്തയായിട്ടാണ്. ഊണുമില്ല ഉറക്കവും ഇല്ലാതെ ഇതിൽ റിസർച്ച് ചെയ്ത് നടക്കുകയാണ്. ഞാൻ വിചാരിച്ച് നിങ്ങൾ മണ്ണുണ്ണിയാണ് എന്നാ, നിങ്ങൾ ജേർണലിസ്റ്റൊക്കെ ആണല്ലേ? എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അത് വലിയ പുള്ളിയൊക്കെ അല്ലേ. അപ്പം നിങ്ങൾ മറ്റേ മണിച്ചിത്രത്തായി പറയുന്നതിൻ്റെ മാതിരി ഓരോ രാവുകളും ഉറക്കൊഴിഞ്ഞിട്ട് ചിന്തിക്കി എന്നെ എങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്താക്കാന്നുള്ളത്. എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസായിട്ട് തരും. എന്താണെന്നല്ലേ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം അറിഞ്ഞോ? നമ്മുടെ യേശുദാസിനെ ഗുരുവായൂർ കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയൊക്കെ നടക്കുന്നത് കണ്ടോ? അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടോ ചേച്ചിയെ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ ചേച്ചിയെ. പിന്നെ
ഇനി നിങ്ങൾ ഇന്ന ഗുരുവായൂർ പോകുന്നത്, നിങ്ങൾക്ക് കുറച്ച് കൂട്ടക്കാരുണ്ടല്ലോ, ആ കൂട്ടക്കാരെല്ലാവരും കൂട്ടിയിട്ട് നിങ്ങൾ വന്നിട്ട് ഇന്ന ഗുരുവായൂർ കയറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ? പുള്ളൻ്റെ മോളെ കാണിച്ചു തരാം. ഞാനിതേ തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും. എന്നിട്ട് പുള്ളമോളെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രാട്ടോ. എനിക്ക് എന്നോട് മുഹബത്താ, നിനക്ക് ഷെനീദിനോട് മുഹബത്തുള്ളത് പോണം, എനിക്ക് എന്നോട് മുഹബത്താ ഉള്ളേ. എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും. ആ പൊട്ടും കുത്തി, അയ്യോ ഞാൻ സുമംഗലിയാ, അത് മറന്നുപോയി. പുള്ള സുമംഗലിയാണെന്ന് പുറത്തറിയിക്കാത്ത മാതിരി ഞാനങ്ങനല്ല കേട്ടോ. എൻ്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ. അപ്പോൾ സിന്ദൂരവും തൊട്ട് ഞാനങ്ങ് മതങ്ങ് സ്വീകരിച്ചേക്കും. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? പുള്ളച്ചേച്ചിക്കും പുള്ളച്ചേച്ചിൻ്റെ കൂട്ടക്കാർക്കും കുറേ വാലാട്ടികളുണ്ടല്ലോ, അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പോവില്ലേ? ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റിസർച്ച് ചെയ്യണം. എൻ്റെ പുറകിലുള്ള ആരൊക്കെയാണെന്നും എനിക്ക് എവിടുന്നാണ് ഘോരമായിട്ട് ധനം വരുന്നത് എന്നുള്ളതും. കുബേരനാക്കിയത് കണ്ണനല്ലേ? എന്നിട്ട് എന്തേ പുള്ള ചേച്ചി ഞങ്ങളാക്കാണ്ടായിപ്പോയി ഇന്നാക്കിയേ? ഞാൻ കപടഭക്തമായതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാനൊരു കാര്യം പറയാം. ഞാൻ ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് ഉയർച്ചയിലേക്ക് പോകുന്നു. ഈ പുള്ളച്ചേച്ചി അരി വാങ്ങാൻ പോലും ഗതിയില്ലാഞ്ഞിട്ട് ഷെനീദിനെ പോലുള്ള ആൾക്കാർക്ക് കിടന്നു കൊടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആരാണ് കപടഭക്ത, ആരാണ് ഭക്ത എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ലേ? അപ്പോൾ പുള്ളച്ചേച്ചിയെ മതം മാറ്റി പേരിടുകയാണെങ്കിൽ ബാലാമണി എന്ന് തന്നെ പേരിടും കേട്ടോ. നിങ്ങളൊക്കെ തമാശക്ക് വിളിച്ചതാണെങ്കിലും ബാലാമണി എന്നൊരാൾക്ക് പേര് കിട്ടാൻ എത്ര ആൾക്കാർ കൊതിക്കുന്ന പേരാണെന്നറിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാക്കി. ഞാൻ സ്വയം പറയലുണ്ട്, ഞാൻ മറ്റടുത്ത് പോകുന്ന സമയത്ത് ആർക്കും എന്നെ മനസ്സിലായിട്ടില്ലേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്. ബാലാമണി താത്താന്ന് കേട്ടിട്ടുണ്ടോ? അത് ഞാനാന്ന് അഭിമാനത്തോടെ കൂടെ പറയുന്നതാണ്. ഇപ്പം പേരൊന്നുമില്ല, ബാലാമണി ഉറപ്പിച്ച്. അപ്പം എന്നാ ശരി പുള്ള ചേച്ചിയെ.